പിന്നീട് ഫെങ് അസിസ്റ്റന്റിനോടൊപ്പം കാറിലേക്ക് കയറുന്നു. എന്നിട്ട് അസിസ്റ്റന്റിനോട് ഇമ്പോർട്ടന്റ് ആയൊരു ഫയൽ ചോദിക്കുന്നു. അതിനുള്ളിൽ നേരത്തെ ഷോൻഷി കൊണ്ടുവച്ച എഗ്രിമെന്റ് കണ്ട് ഫെങ്ങിന് വല്ലാതെ ദേഷ്യം വരുന്നു. എന്നിട്ട് അവൻ അസിസ്റ്റന്റിനോട് പറയും, സെക്യൂരിറ്റിയോട് പറയണം ഇനി ഷോൻഷി വന്നാൽ അകത്തേക്ക് കടത്തിവിടരുതെന്ന്. ഇതേ സമയം ഷോൻഷി ലീയുടെ അപ്പാർട്ട്മെന്റിൽ എത്തുന്നു. അവളെ കണ്ടതും ലീക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അവളോട് സംസാരിച്ച് ലീ അവളുടെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു. അടുത്ത സീനിൽ സൂവിന്റെ വീട്ടിലെത്തിയ ഫെങ്ങിനെയാണ് കാണിക്കുന്നത്. കാരണം ലീയുടെ എക്സിബിഷൻ നടത്താൻ സഹായിച്ചത് സൂ ആണെന്ന് ഫെങ് തിരിച്ചറിയുന്നു. അവൻ അവളോട് നന്ദി പറയുന്നു. ലീ ഈ എക്സിബിഷനിൽ വിൻ ചെയ്താൽ ഞാൻ നിനക്കൊരു വലിയ റിവാർഡ് തരുമെന്ന് ഫെങ് സൂവിനോട് പറയും. അതിന് അവൾ പറയുന്നു, അഥവാ അവൻ വിജയിച്ചാൽ എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് തന്നെ കിട്ടും. ഇത് കേട്ട ഫെങ്ങിന് തോന്നും അവൾക്ക് ലീയെ നേരത്തെ തന്നെ പരിചയമുണ്ടെന്ന്. പക്ഷേ സൂ പറയും ഇത് അവളുടെ സെക്കൻഡ് മീറ്റിംഗ് ആണെന്ന്. പിന്നെ ഷോൻഷിയെയും ലീയെയുമാണ് കാണുന്നത്. അവളെ നോക്കി അവൻ ചെയ്ത പെയിന്റിംഗ് ഒരു രസവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അത് ശരിയാക്കാൻ എന്ന് പറഞ്ഞ് ബ്രഷ് ഉപയോഗിച്ച് ഷോൻഷിയുടെ ലിപ്പിൽ പെയിന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അടുത്ത സീനിൽ ലീയ അവന്റെ അമ്മയോടൊപ്പമാണ് കാണിക്കുന്നത്. അമ്മ പറയുകയാണ്, നീ ഉടനെ തന്നെ കമ്പനിയിൽ പോകാൻ തുടങ്ങണം, അല്ലെങ്കിൽ ഫെങ് എല്ലാം സ്വന്തമാക്കും. ഇത് കേട്ട ലീ പറയും, അങ്ങനെയൊന്നും പറയരുത്. ഇതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ അവന്റെ വാലറ്റ് അവിടെ വീണു പോകുന്നു. അമ്മ അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ലീയുടെയും സൂവിന്റെയും ഫോട്ടോ കാണുന്നു. ഇത് കണ്ട ഉടനെ അവരുടെ ബ്രദറിനെ വിളിച്ചു പറയുന്നു. പിന്നീട് ഫെങ്ങിനെയാണ് കാണിക്കുന്നത്. അവന് ലീ വരച്ച ഷോൻഷിയുടെ പെയിന്റിംഗ് കിട്ടിയിരുന്നു. ഷോൻഷിയെ അവനിൽ നിന്നും മാറ്റി നിർത്താൻ ഫെങ് അസിസ്റ്റന്റിനോട് പറയുന്നു. നാളെ മുതൽ ഷോൻഷി ഫുഡ് ഡെലിവറി ചെയ്യട്ടെ എന്നും പറയുന്നു. അടുത്ത ദിവസം ഷോൻഷി ഡെലിവറി ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഓണർ പറയുന്നു, ഫെങ് നമ്മുടെ VIP കസ്റ്റമർ ആണ്, അതുകൊണ്ട് അവന് ഫുഡ് കഴിച്ച് തീരുന്നത് വരെ നീ അവിടെ തന്നെ നിൽക്കണം. ഷോൻഷി അത് സമ്മതിക്കുന്നു. ശേഷം ഓണർ അവൾക്കൊരു 2 വീലർ കൊടുത്ത് ഡെലിവറിക്ക് പോകാൻ പറയുന്നു. പക്ഷേ ഷോൻഷിക്ക് അത് ശരിക്കും ഓടിക്കാൻ അറിയില്ല. അങ്ങനെ വണ്ടി പറഞ്ഞു ഫുഡ് എല്ലാം ഒരു ഓടയിൽ ചാടുന്നു. ശേഷം ഫെങ്ങിനെയാണ് കാണിക്കുന്നത്. അവൻ ഡെലിവറി ലൊക്കേഷൻ നോക്കുമ്പോൾ 30 മിനിറ്റായി ഷോൻഷി ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവൻ വേഗം അവിടെ എത്തുന്നു. പക്ഷെ അപ്പോഴേക്കും ഷോൻഷി ഓടയിൽ ഇറങ്ങിയിരുന്നു. പുറത്തിറങ്ങുമ്പോൾ ഫെങ്ങിനെ കണ്ടവൾ ഒരുപാട് സന്തോഷിക്കുന്നു. എന്നിട്ട് അവനോട് പറയും, നീ എനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യരുത് പ്ലീസ്. പക്ഷേ ഫെങ് അതിന് സമ്മതിക്കില്ല. ഷോൻഷി പറയും, ഇനിയും 15 മിനിറ്റ് ബാക്കിയുണ്ട്. ഫെങ് അവളെ പിടിച്ചു കൊണ്ടുപോയി ഒരു ടെക്സ്റ്റൈലിൽ എത്തുന്നു. കാരണം അവളെ നാറുന്നുണ്ടായിരുന്നു. എങ്കിലും ഷോൻഷി അതൊന്നും വേണ്ട എന്ന് പറയുന്നു. കാരണം അവൾക്ക് നേരത്തെ തന്നെ ഡെലിവറി ചെയ്യണമായിരുന്നു. പക്ഷെ ഫെങ് നിർബന്ധിച്ച് ഡ്രസ് വാങ്ങി ഷോപ്പിന്റെ അപ്പാർട്ട്മെന്റിൽ എത്തുന്നു. എന്നിട്ട് അവളോട് പോയി കുളിക്കാൻ പറയുന്നു. അങ്ങനെ അവൾ പെട്ടെന്ന് കുളിച്ചിറങ്ങി പാഴ്സലും എടുത്ത് ഫെങ്ങിന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഫെങ് അവളെ വഴിയിൽ വെച്ച് കണ്ട് അവളുടെ പുറകെ പോകുന്നു. ഷോൻഷി പെട്ടെന്ന് എത്താൻ വേണ്ടി എല്ലാം സ്പൗസ് ആക്കി നടക്കുന്നു. പക്ഷേ ഇത്തവണയും ഫെങ്ങിനൊന്നും സംഭവിച്ചിരുന്നില്ല. അവനിതെല്ലാം കണ്ട് ഷോക്കാകുന്നു. പെട്ടെന്ന് ഓടുന്ന ഷോൻഷിയെ തടഞ്ഞു നിർത്തുന്നു. പക്ഷേ അവൾ സ്റ്റെക്ക് ആയതുപോലെ അഭിനയിക്കുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ ശ്രദ്ധ മാറ്റി എല്ലാം പഴയതുപോലെയാക്കി അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോൾ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.